Hello, welcome again to another English session. This is Nishad and I'm from English Wow. സംസാരിക്കാൻ ഉപയോഗിക്കുന്ന 10 യൂസ്ഫുൾ ആയിട്ടുള്ള സ്ട്രക്ചറുകളാണ് ഞാൻ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സംസാരിക്കാൻ തുടങ്ങുന്ന എല്ലാ ആളുകളുടെയും പ്രശ്നം ഒന്ന് ഗ്രാമറിൻ്റെ പ്രശ്നമാണ്. ഗ്രാമറിൻ്റെ റൂൾസിനെ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അതിനുള്ള ഏറ്റവും നല്ല വഴി ചില സ്ട്രക്ചറുകൾ നന്നായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള സ്ട്രക്ചറുകൾ പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. അത്തരത്തിലുള്ള 10 യൂസ്ഫുൾ സ്ട്രക്ചറുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത് നിങ്ങൾ നോക്കുക, ലെറ്റ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ പറയില്ല, നമുക്ക് നോക്കാം, നമുക്ക് കാണാം എന്നൊക്കെ പറയില്ലേ. ആദ്യം വരിക എന്നുള്ളത് നമുക്ക് നോക്കാം, അങ്ങനെ പറയില്ല, നോക്കാം, നമുക്ക് നോക്കാം എന്ന് പറയുന്നതിനാണ് എന്ത് പറയുന്നത്, ലെറ്റ് സി എന്ന് പറയുന്നത്. ലെറ്റ് സി എന്നുള്ളതിൻ്റെ ഫുൾ ഫോം ലെറ്റസ് സി എന്നാണ് കേട്ടോ. ഓക്കെ, ലെറ്റ് അസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്നുള്ള അർത്ഥത്തിലല്ലേ. സോ ലെറ്റസ് സി. അപ്പോൾ ഞാനൊരു 2-3 ഉദാഹരണങ്ങൾ പറയാം, അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് സെൻറ്റൻസുകൾ ഉണ്ടാക്കുക എന്നുള്ളത്. ഫസ്റ്റ് വൺ, ആർക്കാണ് നല്ല ഹൈറ്റിൽ ചാടാൻ കഴിയാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളെങ്ങനെ പറയാം, ലെറ്റ് സി ഹൂ ക്യാൻ ജമ്പ് ദ ഹയസ്റ്റ്. ഒരു ജമ്പിങ് കോമ്പറ്റീഷൻ കാണുന്ന സമയത്ത് നമ്മൾ പറയാണ് ലെറ്റ് സി ഹൂ ക്യാൻ ജമ്പ് ദ ഹയസ്റ്റ്. ആർക്കാണ് നല്ല ഹയസ്റ്റ് ആയിട്ടുള്ള നല്ല ഏറ്റവും ഉയരത്തിൽ ചാടാൻ കഴിയുന്നത് നമുക്ക് നോക്കാം. മനസ്സിലായില്ലേ? ഇനി അടുത്തൊരു എക്സാമ്പിൾ, പിസ്സ റെഡി ആയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. എങ്ങനെ പറയാം, ലെറ്റ് സി ഇഫ് ദ പിസ്സ ഈസ് റെഡി. എങ്ങനെ പറയാം, ലെറ്റ് സി ഇഫ് ദ പിസ്സ ഈസ് റെഡി. അപ്പോൾ നമുക്ക് നോക്കാം എന്ന് പറയാനാണ് ഇത് ഉപയോഗിക്കുന്നത്, ലെറ്റസ് സി എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു എക്സാമ്പിളും കൂടി പറയാം. എന്താണ് കാർ സ്റ്റാർട്ട് ആവാത്തത് നമുക്ക് നോക്കാം. എങ്ങനെ പറയാം, ലെറ്റ് സി വൈ ദ കാർ വോണ്ട് സ്റ്റാർട്ട്. ലെറ്റ് സി വൈ ദ കാർ വോണ്ട് സ്റ്റാർട്ട്. വോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൽ നോട്ട് ആണ് കേട്ടോ. സോ ലെറ്റ് സി വൈ ദ കാർ വോണ്ട് സ്റ്റാർട്ട്. എപ്പോഴാണ് അടുത്ത ട്രെയിൻ വരിക എന്ന് നമുക്ക് നോക്കാം. ലെറ്റ് സി വെൻ ദ നെക്സ്റ്റ് ട്രെയിൻ അറൈവ്സ്. അപ്പോൾ നമുക്ക് നോക്കാം എന്ന് പറയുന്ന സന്ദർഭത്തിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ലെറ്റ് സി എന്ന് ഉപയോഗിക്കുന്നത്. ലെറ്റ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റസ് സി എന്നാണ് കേട്ടോ, നമുക്ക് നോക്കാം എന്നുള്ള അർത്ഥത്തിൽ. ഇനി ഇപ്പോൾ നമ്മൾ ഈ ഡിസ്കസ് ചെയ്തിട്ടുള്ള സ്ട്രക്ചർ, ലെറ്റ് സി എന്നുള്ള ഈ സ്ട്രക്ചർ നിങ്ങൾക്ക് ഒന്നും കൂടി നന്നായിട്ട് തറാക്കുന്നതിന് വേണ്ടിയിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചധികം സെൻറ്റൻസുകൾ ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ അത് ഉപയോഗിക്കുക കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സെൻറ്റൻസുകൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ സ്ട്രക്ചറുകൾക്ക് ശേഷവും ഞാനിങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഞാനൊരു കാര്യം ചെയ്യാൻ തുടങ്ങി എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് ഐ ബിഗാൻ എന്ന് പറയാം. എന്താ പറയുക, ഐ ബിഗാൻ. ആ ബിഗാൻ എന്നുള്ളത് ബിഗിൻ എന്ന് പറയുന്ന വേർബിൻ്റെ സെക്കൻഡ് ഫോമാണ്. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാൻ തുടങ്ങി എന്ന് പറയുമ്പോൾ അത് തുടങ്ങിക്കഴിഞ്ഞു, മുൻപേ തുടങ്ങിയൊരു കാര്യമാണ്. അപ്പോൾ നമുക്കത് വെച്ചിട്ട് എങ്ങനെയാണ് സെൻറ്റൻസുകൾ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. ഞാൻ ഇന്നലെ ഒരു പുതിയ പുസ്തകം വായിക്കാൻ തുടങ്ങി. കണ്ടോ, ഞാൻ തുടങ്ങി എന്നുള്ളതല്ലേ. അപ്പോൾ ഐ ബിഗാൻ, എന്താ പറയുക, I began reading a new book yesterday. അപ്പോൾ ഇന്നലെ തുടങ്ങിയ കാര്യമാണ്, അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ബിഗാൻ എന്ന് പറയുന്നത്. അപ്പോൾ ബിഗാൻ എന്ന് പറയുന്നത് എന്താണ്, പാസ്റ്റിൽ തുടങ്ങിയ ഒരു കാര്യമാണ്. മനസ്സിലായോ? സോ ഐ ബിഗാൻ റീഡിങ് എ ന്യൂ ബുക്ക് യെസ്റ്റർഡേ. അപ്പോൾ നിങ്ങൾ എന്താണ് തുടങ്ങിയത് എന്നുള്ളത് ഐ ബിഗാൻ എന്നുള്ളതിന് ശേഷം പറയാം. അപ്പോൾ അവിടെ സബ്ജക്റ്റ് മാറ്റിയിട്ടും നമുക്ക് പറയാം കേട്ടോ. ഐ ബിഗാൻ എന്ന് പറഞ്ഞതിന് പകരം നമുക്ക് ഹീ ബിഗാൻ എന്ന് പറയാം, ഷീ ബിഗാൻ എന്ന് പറയാം, ദേ ബിഗാൻ എന്ന് പറയാം. അതൊക്കെ നിങ്ങൾക്ക് ഏതാണോ സാഹചര്യം അതിനനുസരിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതാണ് ഇത്തരത്തിലുള്ള സ്ട്രക്ചറുകളുടെ ഒരു യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മറ്റു കുറച്ച് എക്സാമ്പിൾസും കൂടി നോക്കാം. നീ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഡിന്നർ കുക്ക് ചെയ്യാൻ തുടങ്ങി. I began, ഞാൻ എന്താണ് തുടങ്ങിയത്, I began cooking dinner when you called me. I began cooking dinner when you called me. You understand? ഞാൻ പിയാനോ പഠിക്കാൻ തുടങ്ങി. ഞാൻ പിയാനോ പ്ലേ ചെയ്യുന്നത് പഠിക്കാൻ തുടങ്ങി എന്നാണ് പറയണത്. അപ്പോൾ എങ്ങനെ പറയാം, I began learning to play the piano. What's that? I began learning to play the piano. ഞാൻ സ്കൂളിന് വേണ്ടിയിട്ട് ഒരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. I began working on a project for school. You understand? സോ അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്, ഒരു കാര്യം ചെയ്യാൻ തുടങ്ങി എന്ന് പറയാൻ വേണ്ടിയിട്ട് ആ സബ്ജക്റ്റ് പറഞ്ഞതിന് ശേഷം ബിഗാൻ എന്ന് വെക്കുക. ബിഗാൻ എന്നുള്ളത് തുടങ്ങി എന്നതിനെ കാണിക്കാനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ പറഞ്ഞു. ആദ്യം പറഞ്ഞത് എന്തായിരുന്നു, ലെറ്റ് സി. രണ്ടാമത് പറഞ്ഞത് എന്താണ്, ഐ ബിഗാൻ. ഇനി മൂന്നാമത്തേത്, എനിക്ക് കഴിയും എന്നുള്ളതിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താ പറയുക, നമ്മൾ ഐ ക്യാൻ എന്നാണ് പറയാം അല്ലേ. എന്താ പറയുക, ഐ ക്യാൻ. അപ്പോൾ എനിക്ക് കഴിയും. കഴിയില്ല എന്നുള്ളതിനോ ഐ കോണ്ട്. ക്യാൻ എന്ന് പറഞ്ഞതിന് ഓപ്പോസിറ്റായിട്ട് കനോട്ട് എന്ന് പറയാം. സോ എനിക്ക് ഗിറ്റാർ പ്ലേ ചെയ്യാൻ കഴിയും. എങ്ങനെ പറയാം, ഐ ക്യാൻ പ്ലേ ദ ഗിറ്റാർ.
ഐ ക്യാൻ പ്ലേ ദ ഗിറ്റാർ. ഇനി കഴിയില്ല എന്നാണെങ്കിലോ ഐ കനോട്ട് പ്ലേ ദ ഗിറ്റാർ. ഓക്കെ, ഐ ക്യാൻ പ്ലേ ദ ഗിറ്റാർ, ഐ കനോട്ട് പ്ലേ ദ ഗിറ്റാർ. എനിക്ക് നാളെ വരാൻ കഴിയും, ഐ ക്യാൻ കം ടുമോറോ. നെഗറ്റീവ് ആണെങ്കിൽ എന്താ പറയുക? ഐ കനോട്ട് കം ടുമോറോ. എനിക്കെല്ലാവരെയും ഹെൽപ്പ് ചെയ്യാൻ പറ്റും, എനിക്കെല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ കഴിയും. എങ്ങനെ പറയാം? ഐ ക്യാൻ ഹെൽപ്പ് എവ്രി വൺ, ഐ ക്യാൻ ഹെൽപ്പ് എവ്രി വൺ. എനിക്കെല്ലാവരെയും ഹെൽപ്പ് ചെയ്യാൻ കഴിയില്ല എന്നാണെങ്കിൽ എങ്ങനെ പറയാം? ഐ കാൺട്ട് ഹെൽപ്പ് എവ്രി വൺ. അപ്പോൾ ക്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിയും എന്നുള്ള അർത്ഥത്തിൽ സബ്ജക്റ്റ് മാറ്റിയിട്ടൊക്കെ പറയാം കേട്ടോ, നേരത്തെ പറഞ്ഞ പോലെ. ക്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിയുമെന്നും കനോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിയില്ല എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. യു അണ്ടർസ്റ്റാൻഡ്? ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഒരാളോട് ചോദിക്കുകയാണ്, ഇപ്പോൾ ഞാനൊരു കാര്യം ചെയ്താൽ ഓക്കെ ആണോ, അത് നിങ്ങൾക്ക് പ്രശ്നമാണോ എന്നൊക്കെ നമ്മൾ ചോദിക്കൂലേ. അങ്ങനെ ചോദിക്കാൻ ഉപയോഗിക്കുന്ന ഒരു അടിപൊളി സ്ട്രക്ചറാണ് എന്ത്? ഈസ് ഇറ്റ് ഓക്കെ ഇഫ്. വാട്ട് ഈസ് ഇറ്റ്? ഈസ് ഇറ്റ് ഓക്കെ ഇഫ്. എന്നിട്ട് അതിന് ശേഷം ആ കാര്യം പറയാം. ഈസ് ഇറ്റ് ഓക്കെ ഇഫ് എന്ന് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം എന്താണോ കാര്യം പറയാം. ഉദാഹരണം പറയാം, ഞാൻ നിങ്ങളുടെ ഫോണ് ഒരു മിനിറ്റിനൊന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓക്കെ ആണോ, നിങ്ങൾക്ക് കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എങ്ങനെ ചോദിക്കാം? ഈസ് ഇറ്റ് ഓക്കെ ഇഫ് ഐ യൂസ് യുവർ ഫോൺ ഫോർ എ മിനിറ്റ്. ഈസ് ഇറ്റ് ഓക്കെ ഇഫ് ഐ യൂസ് യുവർ ഫോൺ ഫോർ എ മിനിറ്റ്. മനസ്സിലായോ? ഒരു സാഹചര്യത്തിൽ നിങ്ങളോട് ഒരു കാര്യം ഓക്കെ ആണോ, മറ്റൊരാൾക്ക് ഓക്കെ ആണോ, നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കാനാണ് ഈസ് ഇറ്റ് ഓക്കെ ഇഫ് എന്ന് വെച്ചിട്ട് നമ്മൾ തുടങ്ങാം. ഈസ് ഇറ്റ് ഓക്കെ ഇഫ് ഐ യൂസ് യുവർ മൊബൈൽ ഫോർ എ മിനിറ്റ്. ഈ സീറ്റ് ഞാൻ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ സീറ്റ് ഞാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമുണ്ടോ, അല്ലെങ്കിൽ ഓക്കെ ആണോ അതിനെ ചോദിക്കുക. ഈസ് ഇറ്റ് ഓക്കെ ഇഫ് ഐ ടേക്ക് ദിസ് സീറ്റ്. ഈസ് ഇറ്റ് ഓക്കെ ഇഫ് ഐ ടേക്ക് ദിസ് സീറ്റ്. ഞാൻ എൻ്റെ ഫ്രണ്ടിനെ പിക്നിക്കിന് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അത് ഓക്കെ ആണോ എങ്ങനെ ചോദിക്കുക. ഈസ് ഇറ്റ് ഓക്കെ ഇഫ് ഐ ബ്രിങ് മൈ ഫ്രണ്ട് ടു ദ പിക്നിക്. ഈസ് ഇറ്റ് ഓക്കെ ഇഫ് ഐ ബ്രിങ് മൈ ഫ്രണ്ട് ടു ദ പിക്നിക്. ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ആണോ, കുഴപ്പമുണ്ടോ എങ്ങനെ ചോദിക്കും. ഈസ് ഇറ്റ് ഓക്കെ ഇഫ് ഐ ലീവ് എ ലിറ്റിൽ ഏർലി ടുഡേ. ഈസ് ഇറ്റ് ഓക്കെ ഇഫ് ഐ ലീവ് എ ലിറ്റിൽ ഏർലി ടുഡേ. ഞാനിന്ന് കുറച്ച് നേരത്തെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ആണോ, കുഴപ്പമുണ്ടോ. ഈസ് ഇറ്റ് ഓക്കെ ഇഫ് ഐ ലീവ് എ ലിറ്റിൽ ഏർലി ടുഡേ. യു അണ്ടർസ്റ്റാൻഡ്? അടുത്തത് ഞാൻ വന്നത് എന്ന് പറയില്ലേ. ഞാൻ വന്നതൊരു കാര്യത്തിനാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ആ വന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഐ കെയിം ടു എന്ന് പറയാം. എന്താണ്? ഐ കെയിം ടു. ഞാൻ എൻ്റെ ഫ്രണ്ടിനെ പിക്ക് ചെയ്യാൻ വന്നതാണെന്ന് പറയാം. ഐ കെയിം ടു പിക്ക് മൈ ഫ്രണ്ട്. ഐ കെയിം ടു പിക്ക് മൈ ഫ്രണ്ട്. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ വന്നതാണ്. എങ്ങനെ പറയാം? ഐ കെയിം ടു മീറ്റ് മൈ ഫ്രണ്ട്. ഐ കെയിം ടു മീറ്റ് മൈ ഫ്രണ്ട്. ഞാൻ നിങ്ങളെ ഒരു കച്ചേരിക്ക് ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ്. ഐ കെയിം ടു ഇൻവൈറ്റ് യു ഫോർ എ കൺസേർട്ട്. ഐ കെയിം ടു ഇൻവൈറ്റ് യു ഫോർ എ കൺസേർട്ട്. അപ്പോൾ വന്നത് എന്ന് പറയാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? കെയിം ടു എന്നത് ഉപയോഗിക്കുന്നത് കേട്ടോ. അടുത്തത് റിട്ടേൺ ടു എന്നുള്ളതാണ്. എന്താണ് റിട്ടേൺ ടു? നിങ്ങൾക്ക് അറിയാം, റിട്ടേൺ ടു എന്ന് പറഞ്ഞാൽ നമ്മൾ മടങ്ങുക, ഒരാളോട് മടങ്ങുക, തിരിച്ചു പോവുക എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഏറ്റവും ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്കിന് ശേഷം നീ നിൻ്റെ സീറ്റിലേക്ക് മടങ്ങി പോവുക. എങ്ങനെ പറയാം? റിട്ടേൺ ടു യുവർ സീറ്റ് ആഫ്റ്റർ ദ ബ്രേക്ക്. അപ്പോൾ മടങ്ങി പോവുക, ആ മുമ്പത്തെ പൊസിഷനിലേക്ക് പോവുക എന്നൊക്കെ പറയാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? റിട്ടേൺ ടു എന്ന് ഉപയോഗിക്കുന്നത്. ഒരാളോട് പറയുമ്പോൾ ഇപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് പറഞ്ഞത് റിട്ടേൺ ടു യുവർ സീറ്റ് ആഫ്റ്റർ ദ ബ്രേക്ക്. റിട്ടേൺ ടു ദ ബിഗിനിങ് ഓഫ് ദ സ്റ്റോറി. റിട്ടേൺ ടു ദ ബിഗിനിങ് ഓഫ് ദ സ്റ്റോറി എന്ന് പറഞ്ഞാൽ എന്താ? ആ കഥയുടെ തുടക്കത്തിലേക്ക് മടങ്ങി പോകൂ. നിങ്ങൾ ഒരാളോട് പറയണം റിട്ടേൺ ടു ദ ബിഗിനിങ് ഓഫ് ദ സ്റ്റോറി. കഥയുടെ തുടക്കത്തിലേക്ക് മടങ്ങി പോകൂ. റിട്ടേൺ ടു ദ ബിഗിനിങ് ഓഫ് ദ സ്റ്റോറി. റിട്ടേൺ ടു ദ മെയിൻ മെനു ഓൺ ദ വെബ്സൈറ്റ്. റിട്ടേൺ ടു ദ മെയിൻ മെനു ഓൺ ദ വെബ്സൈറ്റ്. വെബ്സൈറ്റിലെ മെയിൻ മെനുവിലേക്ക് മടങ്ങൂ, അല്ലെങ്കിൽ അതിലേക്ക് തിരിച്ചു പോകൂ എന്നാണ്. സോ മടങ്ങി പോകൂ, തിരിച്ചു പോകൂ എന്നൊക്കെ പറയുന്നതിനാണ് നമ്മൾ റിട്ടേൺ ടു എന്നത് ഉപയോഗിക്കുന്നത്. യു അണ്ടർസ്റ്റാൻഡ്? അടുത്തത് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് പറയില്ലേ. ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ ഹോപ്പ് എന്നാ പറയാം. എന്താ പറയുക? ഐ ഹോപ്പ്. അപ്പോൾ മീറ്റിംഗ് ഒരുപാട് നീളില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എങ്ങനെ പറയാം? ഐ ഹോപ്പ് ദ മീറ്റിംഗ് ഡസൻ ലാസ്റ്റ് ടു ലോങ്. മീറ്റിംഗ് ഒരുപാട് വൈകില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നതിനാണ് എന്ത് പറയുന്നത്? ഐ ഹോപ്പ്. ഐ ഹോപ്പ് ദ മീറ്റിംഗ് ഡസൻ ലാസ്റ്റ് ടു ലോങ്. ഐ ഹോപ്പ് ദ മീറ്റിംഗ് ഡസൻ ലാസ്റ്റ് ടു ലോങ്. നീ സിനിമ എൻജോയ് ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്, ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഐ ഹോപ്പ്
യു എൻജോയ് ദ മൂവി. ഐ ഹോപ്പ് യു എൻജോയ് ദ മൂവി. എല്ലാവരും അതിൽ പങ്കെടുക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഐ ഹോപ്പ് എവ്രി വൺ വുഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ ഇറ്റ്. ഐ ഹോപ്പ് എവ്രി വൺ വുഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ ഇറ്റ്. യു അണ്ടർസ്റ്റാൻഡ്? അടുത്തത് നമ്മൾ ലെറ്റ് സി എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ലെറ്റ് വെച്ച് മറ്റൊന്ന്, ലെറ്റ്സ് വെയിറ്റ് ടിൽ. ലെറ്റ്സ് വെയിറ്റ് ടിൽ. ലെറ്റസ് വെയിറ്റ് ടിൽ. ഇപ്പോൾ നമുക്ക് ഒരു കാര്യം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സമയം വരെ വെയിറ്റ് ചെയ്യാം എന്ന് നമ്മൾ പറയില്ലേ, അപ്പോഴാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ലെറ്റ്സ് വെയിറ്റ് ടിൽ. മഴ നിൽക്കുന്നത് വരെ, മഴ തോരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ലെറ്റ്സ് വെയിറ്റ് ടിൽ ദ റെയിൻ സ്റ്റോപ്സ്. ലെറ്റ്സ് വെയിറ്റ് ടിൽ ദ റെയിൻ സ്റ്റോപ്സ്. അതായത് ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരെ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പോൾ ടിൽ വാട്ട് ടൈം? ടിൽ ദ റെയിൻ സ്റ്റോപ്സ്. ലെറ്റ്സ് വെയിറ്റ് ടിൽ ദ റെയിൻ സ്റ്റോപ്സ്. എല്ലാവരും ഇവിടെ എത്തുന്നത് വരെ, അല്ലെങ്കിൽ എല്ലാവരും ഇവിടെ ഉണ്ടാകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എങ്ങനെ പറയും? ലെറ്റ്സ് വെയിറ്റ് ടിൽ എവ്രി വൺ ഈസ് ഹിയർ. ലെറ്റ്സ് വെയിറ്റ് ടിൽ എവ്രി വൺ ഈസ് ഹിയർ. അണ്ടർസ്റ്റാൻഡ്? കേക്ക് കട്ട് ചെയ്യുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എങ്ങനെ പറയാം? ലെറ്റ്സ് വെയിറ്റ് ടിൽ ദ കേക്ക് ഈസ് കട്ട്. ലെറ്റ്സ് വെയിറ്റ് ടിൽ ദ കേക്ക് ഈസ് കട്ട്. ബസ് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ലെറ്റ്സ് വെയിറ്റ് ടിൽ ദ ബസ് അറൈവ്സ്. ലെറ്റ്സ് വെയിറ്റ് ടിൽ ദ ബസ് അറൈവ്സ്. അപ്പോൾ വാട്ട് ഈസ് ദ യൂസേജ്? ലെറ്റ്സ് വെയിറ്റ് ടിൽ. അടുത്തത്, നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം മറ്റുള്ള ആളുകൾ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു വെറുപ്പ്, ഒരു ദേഷ്യമൊക്കെ വരില്ലേ, അത് പ്രകടിപ്പിക്കാനുള്ള ഒരു യൂസാണ് ഐ ഹെയ്റ്റ് ഇറ്റ് വെൻ. വാട്ട് ഈസ് ഇറ്റ്? ഐ ഹെയ്റ്റ് ഇറ്റ് വെൻ. അപ്പോൾ ആ വെന്നിന് ശേഷം ആ കാര്യം എന്താണെന്നുള്ളത് നമ്മൾ പറയും കേട്ടോ. അപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ഐ ഹെയ്റ്റ് ഇറ്റ് വെൻ പീപ്പിൾ ഇൻറ്ററപ്റ്റ് ഡ്യൂറിങ് കോൺവെർസേഷൻ. ഐ ഹെയ്റ്റ് ഇറ്റ് വെൻ പീപ്പിൾ ഇൻറ്ററപ്റ്റ് ഡ്യൂറിങ് കോൺവെർസേഷൻ. എന്താ അങ്ങനെ പറഞ്ഞാൽ? സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ആളുകൾ ഇൻറ്ററപ്റ്റ് ചെയ്യുന്നത് എനിക്ക് ദേഷ്യമാണ്, വെറുപ്പാണ്, ഞാനത് വെറുക്കുന്നു. ഐ ഹെയ്റ്റ് ഇറ്റ് വെൻ പീപ്പിൾ ഇൻറ്ററപ്റ്റ് ഡ്യൂറിങ് കോൺവെർസേഷൻ. യു അണ്ടർസ്റ്റാൻഡ്? ഐ ഹെയ്റ്റ് ഇറ്റ് when the internet connection is low. I hate it when the internet connection is low. ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് ലോ ആവുന്ന സമയത്ത് എനിക്ക് ഭയങ്കര വെറുപ്പാണ്, അല്ലെങ്കിൽ എനിക്കത് ഇഷ്ടമില്ലാത്ത കാര്യമാണെന്നുള്ള അർത്ഥം. റൈറ്റ്? സോ ഐ ഹേറ്റ് ഇറ്റ് വെൻ ദി ഇൻ്റർനെറ്റ് കണക്ഷൻ ഈസ് ലോ. ഐ ഹേറ്റ് ഇറ്റ് വെൻ ദ പ്ലാൻസ് ഗെറ്റ് ക്യാൻസൽഡ് അറ്റ് ദ ലാസ്റ്റ് മിനിറ്റ്. ഐ ഹേറ്റ് ഇറ്റ് വെൻ ദ പ്ലാൻസ് ഗെറ്റ് ക്യാൻസൽഡ് അറ്റ് ദ ലാസ്റ്റ് മിനിറ്റ്. നമ്മൾ തീരുമാനിച്ച കാര്യങ്ങളൊക്കെ ഏറ്റവും അവസാനം കൊണ്ടുപോയിട്ട് ക്യാൻസൽ ചെയ്യുക എന്നുള്ളത് എനിക്ക് വെറുപ്പുള്ള കാര്യമാണ്. ഐ ഹേറ്റ് ഇറ്റ് when the plans get cancelled at the last minute. I hate it when my computer crashes unexpectedly. അപ്രതീക്ഷിതമായിട്ട് കമ്പ്യൂട്ടർ കേടുവരുമ്പോൾ എനിക്ക് വെറുപ്പാണ്. I hate it when my computer crashes unexpectedly. And the final one, hand me. ഹാൻഡ് മീ. എന്താണ് ഹാൻഡ് മീ എന്ന് പറഞ്ഞാൽ? ഒരു സാധനം ഇങ്ങോട്ട് തരൂ, അതല്ലെങ്കിൽ അത് എടുക്കൂ എന്ന് പറയാൻ ഉപയോഗിക്കുന്നതാണ് എന്ത്? ഹാൻഡ് മീ എന്നുള്ളത്. ഓക്കെ, ഹാൻഡ് മീ ദാറ്റ് ബാഗ്. ആ ബാഗ് ഇങ്ങോട്ട് തരൂ, അല്ലെങ്കിൽ അത് എടുക്കൂ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാം ഹാൻഡ് മീ. ഓക്കെ, ഹാൻഡ് മീ ദാറ്റ് സിസേഴ്സ് ഓൺ ദ ടേബിൾ. ആ ടേബിളിൻ്റെ മുകളിലുള്ള കത്രിക ഒന്ന് തരൂ, അത് എടുക്കൂ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് എന്ത് പറയാം? ഹാൻഡ് മീ ദ സിസേഴ്സ് ഓൺ ദ ടേബിൾ. ഹാൻഡ് മീ യുവർ ഫോൺ സോ ദാറ്റ് ഐ ക്യാൻ ടേക്ക് എ ഫോട്ടോ. നിങ്ങളുടെ ഫോൺ തരൂ, അതുകൊണ്ട് എനിക്കൊരു ഫോട്ടോ എടുക്കാം. ഹാൻഡ് മീ യുവർ ഫോൺ സോ ദാറ്റ് ഐ ക്യാൻ ടേക്ക് എ ഫോട്ടോ. ഹാൻഡ് മീ എ ടിഷ്യൂ, ഐ ഹാവ് എ കോൾഡ്. ഒരു ടിഷ്യൂ തരൂ, എനിക്ക് ജലദോഷമാണ്. ഹാൻഡ് മീ എ ടിഷ്യൂ, ഐ ഹാവ് എ കോൾഡ്. That's all. These are the 10 structures. I hope this was very effective and interesting for you. And നമ്മുടെ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളുണ്ട്. നിങ്ങളുടെ ഇംഗ്ലീഷിൻ്റെ ലെവൽ അനുസരിച്ചുള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാനുള്ള ട്രെയിനേഴ്സ് ഇവിടെ ഉണ്ട്. വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ഒരാളാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ കോഴ്സിൽ അറ്റൻഡ് ചെയ്യാം. നിങ്ങളുടെ ഫ്രീ ടൈം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം. സോ നിങ്ങൾ ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ നമ്പർ കൊടുക്കുന്നുണ്ട്, കോൺടാക്ട് ചെയ്യാം. ആൻഡ് സീ യു സൂൺ വിത്ത് അനദർ ഗുഡ് ടോപ്പിക്. ടിൽ ദെൻ, ബൈ ബൈ.